ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് UPSC മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ആക്റ്റീവ് സോൾവിങ്ങിലൂടെ ചിത്രത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ മൗൾഡ് ചെയ്യുക എന്നുള്ളതാണ് ടെസ്റ്റ് സീരീസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ UPSC മോഡൽ സിമുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സൈലം IAS നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കിന്ന് പോകാം. ഇതേപോലെ ഒരു ചോദ്യം നമുക്ക് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഇതേ മോഡലുള്ളതാണ്. അതായത് ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയായിരിക്കും, ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് വൊക്കാബുലറീസും കാണും, പക്ഷേ ഉത്തരം ഏതാ എന്ന് വളരെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എത്താൻ പറ്റില്ല. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് UPSC ആ 100 ക്വസ്റ്റ്യൻസിൽ ഒരു 60-65ഓളം. അപ്പോൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നതിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സമയമെടുത്ത് വായിക്കുക, ഉത്തരം ഏതാന്ന് ആലോചിച്ച് എത്തുക. ഓക്കെ, അത് എത്താൻ വൈകുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം അതിലെത്തിയ ശേഷം വീഡിയോ കാണുക. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് about dugongs. Statement 1. Dugongs in India are considered ecosystem engineers because their grazing activity helps maintain the productivity and nutrient cycling of seagrass meadows. Regular grazing by dugongs reduces seagrass growth, causing long-term decline of seagrass meadows in tropical coastal waters. Which one of the following is correct in respect of the above statement? 2-3 ആവർത്തി ആ ചോദ്യം നിങ്ങൾ വായിക്കുക, സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുക, അതെന്താന്ന് മനസ്സിലാക്കുക. ഓക്കെ, അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളല്ല, അയ്യോ എനിക്ക് അറിയില്ലല്ലോ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, പകരം റാദർ അതിനെ വായിച്ച് മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. വായിച്ച് അതെന്താണ് മീൻ ചെയ്യുന്നത്, അത് ശരിക്കും അങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ഒരു പുതിയ മെറ്റീരിയൽ നമ്മൾ വായിക്കുന്ന പോലെ, ഒരു പുതിയ കാര്യം നമ്മൾ അറിയാൻ വായിക്കുന്നത് പോലെ അതിനെ വായിച്ച് അനലൈസ് ചെയ്യുക. ഈ 2 സ്റ്റേറ്റ്മെന്റും 2-3 ആവർത്തികളൊന്ന് വായിച്ചു നോക്കുക. Dugongs in India are considered ecosystem engineers because their grazing activity helps maintain the productivity and nutrient cycling of seagrass meadows. Dugongs, sea cows നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം അതിനെ എക്കോസിസ്റ്റം എഞ്ചിനീയേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റൽ എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ന്യൂട്രിയൻ സൈക്ലിങ്ങിനും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യും. വളരെ ജേർണലിസ്റ്റിക് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അത്. എക്കോസിസ്റ്റവുമായിട്ട് ഇൻ ഹാർമണിയിൽ ജീവിക്കുന്ന ഏതൊരു ഇൻഡിജിനസ് ആനിമലും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും അതേപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ സൈക്കിൾ ഓഫ് ന്യൂട്രിയൻ റീസൈക്ലിങ്ങിൻ്റെ ഭാഗവുമായിരിക്കും. കാരണം പ്രകൃതിയിലൊരു സന്തുലിതാവസ്ഥ എപ്പോഴും ഉണ്ട്. ഓക്കെ, ഒരു എക്സോട്ടിക് സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, പക്ഷേ ഓൾറെഡി ഉള്ള ഒരു സ്പീഷീസ് ഇറ്റ് ഓൾവേസ് ഹെൽപ്സ് ഇൻ കൺസേർവിങ് ബയോഡൈവേഴ്സിറ്റി, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, ഹെൽപ്പിംഗ് ദി ന്യൂട്രിയൻ സൈക്കിൾ, എല്ലാ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. റെഗുലർ ഗ്രേസിംഗ് ബൈ ഡുഗോങ്സ് റെഡ്യൂസസ് സീഗ്രാസ് ഗ്രോത്ത്, കോസ്റ്റിംഗ് ലോങ് ടേം ഡിക്ലൈൻ ഓഫ് സീഗ്രാസ് മീഡോസ് ഇൻ ട്രോപ്പിക്കൽ കോസ്റ്റൽ വാട്ടേഴ്സ്. ആക്ച്വലി 2 സ്റ്റേറ്റ്മെന്റും ഭയങ്കര കോൺട്രഡിക്ടറിയാണ്. ഒന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരും, അത് നല്ല കാര്യമാണ്, ഇറ്റ്സ് എ ബെസ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു എക്കോസിസ്റ്റം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോകുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഭയങ്കര പ്രശ്നമായിരിക്കും, അതെല്ലാം നശിപ്പിക്കുന്നുള്ള രീതിയിലാണ്. അപ്പം 2-ൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിരിക്കൂ എന്നുള്ളത് ഉറപ്പാണ്. ഇതൊരു UPSC മോഡൽ ക്വസ്റ്റ്യനാണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ ഈസ് സിമ്പിൾ, പക്ഷേ തെറ്റിക്കാനാണ് സാധ്യത. ഇതിൻ്റെ അകത്ത് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതായിരിക്കും? എയ്തർ സ്റ്റേറ്റ്മെന്റ് 1 or 2, 2-ൽ ഒന്നേ ശരിയാവത്തുള്ളൂ, കാരണം 2 കോൺട്രഡിക്ടറിയാണ്. ഇതിൽ ഏറ്റവും ശരിയാവാൻ സാധ്യതയുള്ളത് ഏതാ? സ്റ്റേറ്റ്മെന്റ് 1. സോ ദ ആൻസർ ഈസ് statement 1 is correct, but statement 2 is correct. Okay. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ
പ്രാക്ടീസ് ചെയ്ത് ശീലിക്കേണ്ടത്. ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഒരു നോളജ് എക്സർസൈസ് അല്ല, പകരം ഫോർ ഡെവലപ്പിംഗ് യുവർ ക്വസ്റ്റ്യൻ സോൾവിങ് സ്കിൽസ്. ഓക്കെ, നെക്സ്റ്റ് ടൈം നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വയ്ക്കുക. ശരിയാക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തെറ്റിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവാതെ ഇരിക്കൂ. ഒരിക്കലും കണ്ടന്റ് കുറവായതുകൊണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് നിങ്ങൾ പഠിച്ചില്ല എന്നുള്ളതുകൊണ്ട് പ്രിലിംസ് നോക്കില്ല. പക്ഷേ ആ UPC മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാത്തപ്പോഴാണ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുക. ഓക്കെ.